പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസേന നമുക്ക് അടുത്തു ചെല്ലാം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരയണമേ. തൻ്റെ ശത്രുക്കൾ കണ്ട് ലജ്ജിക്കത്തക്കവണ്ണം പ്രത്യക്ഷമായ ഒരു അടയാളം ലഭിക്കുവാൻ ദാവീദ് ആഗ്രഹിക്കുന്നു. ആ അടയാളം ലഭിച്ചതായി സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അത് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാകയാൽ വ്യക്തിപരമായ ദൈവത്തിൽ നിന്നും അനവധി നന്മകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ രാജാക്കന്മാരിൽ ദാവീദിനോളം ശത്രുക്കളും വെല്ലുവിളികളും നേരിട്ടിട്ടുള്ള മറ്റു രാജാക്കന്മാരില്ല. വെറും ആട്ടിടയൻ മാത്രമായിരുന്നവൻ ഒരു രാജ്യത്തെ ഏറ്റവും ശ്രേഷ്ഠനും മാന്യനുമായ രാജാവായി തീർന്നതിൻ്റെ പിമ്പിൽ ദൈവത്തിൻ്റെ കരം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. എണ്ണമറ്റ അടയാളങ്ങൾ ദൈവം നന്മയ്ക്കായി നൽകിയത് കൊണ്ടാണ് താൻ, ആമേൻ സ്തോത്രം, ഈ രാജപദവിയിൽ എത്തുവാൻ കാരണമായി തീർന്നത്. ദൈവം ദാവീദിന് നന്മയ്ക്കായി ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ അനവധി കാര്യങ്ങളെക്കുറിച്ച് നാഥാൻ പ്രവാചകനിൽ കൂടെ അരുളി ചെയ്തിട്ടുണ്ട്. ദാവീദിന് മാത്രമല്ല, ദൈവപ്രസാദമുള്ള എല്ലാ മനുഷ്യർക്കും നന്മയ്ക്കായി ദൈവം ചില അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനിയും നൽകുവാൻ ദൈവം ശക്തനാണ്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ വംശവലി തുടർച്ചയായി എഴുതിക്കൊണ്ടിരുന്ന എസ്രാ ശാസ്ത്രി എബേസിൻ്റെ പേര് എഴുതി വന്നപ്പോൾ എബേസിനെ കുറിച്ച് ചില കാര്യങ്ങൾ എഴുതുവാൻ പരിശുദ്ധാത്മാവ് തന്നെ പ്രേരിപ്പിച്ചു. എബേസ് ഒരു ഗോത്രത്തലവനോ പ്രഭുവോ ശാസ്ത്രിയോ വീരനോ ഒന്നുമല്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന നീതിമാന് വേണ്ടി ദൈവം ചില അടയാളങ്ങൾ ചെയ്യുമെന്ന് കാണിക്കുവാനാണ് വംശാവലിയിൽ പട്ടികയുടെ ഇടയിൽ തന്നെ കുറിച്ച് എഴുതുവാനിടയായത്. തുടർന്ന് പഠിക്കുമ്പോൾ പ്രാർത്ഥിച്ചവൻ നന്മയ്ക്കായി ചില അടയാളങ്ങൾ പ്രാപിക്കുവാനിടയായി. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തർ വീതം 12 പ്രഭുക്കന്മാർ കനാൻ നാട് ഒറ്റുനോക്കുവാൻ പോയി. മടങ്ങി വന്ന 10 പേരും ദുർവർത്തമാനം പറഞ്ഞ് ജനത്തെ ഇളക്കിയപ്പോൾ പോയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കാലേബും യോശുവയുമാണ് ജനത്തെ അമർത്തി സമാധാനിപ്പിച്ചത്. മിസ്രൈം നാട്ടിൽ നിന്നും ഇറങ്ങിയവരിൽ എണ്ണമറ്റ സകല മനുഷ്യരും കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ പട്ടുപോകുവാൻ ഇടയായപ്പോൾ ഈ 2 പേരും മാത്രമാണ് കനാൻ നാട്ടിൽ പ്രവേശിച്ചത്. പ്രിയ ദൈവവേദിനി, ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നാൽ പകയ്ക്കുന്നവരുടെ മുന്നിൽ നന്മയ്ക്കായി ദൈവം ചില അടയാളങ്ങൾ നിനക്കായി ചെയ്യും. ആമേൻ, സ്തോത്രം. രൂത്ത് ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ട് ഒന്നുമില്ലാതെ കാലാപ്പറക്കിയ അതേ നിലത്തിൻ്റെ ഉടമസ്ഥയാക്കി നന്മയ്ക്കായി അടയാളം നൽകിയെങ്കിൽ, യാക്കോബിൻ്റെ 12 മക്കളിൽ വെച്ച് യോസഫിനെ അപ്പൻ അധികം സ്നേഹിച്ചത് നിമിത്തവും യോസഫ് കണ്ട ദർശനം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞത് നിമിത്തവും അവൻ്റെ സഹോദരന്മാർ അവനെ അധികം പകച്ചു. എന്നാൽ കാലങ്ങൾ കടന്നുപോയി. പകച്ച സഹോദരങ്ങളുടെ നടുവിൽ ദൈവം യോസഫിനെ ഓർക്കുവാനിടയായി. പകച്ച സഹോദരന്മാരുടെ നടുവിൽ ദൈവം യോസഫിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തോത്രം, ഉയർച്ചകളും മാന്യതകളും അനുഗ്രഹങ്ങളും ചെയ്യുവാൻ ഇടയായി. മൊർദെഖായിയെ പകച്ച ശത്രുവായ ഹാമാനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ വംശത്തെയും ദൈവം നശിപ്പിച്ചു. കൂടാതെ സകല ജനവും കാണെ മൊർദെഖായിക്ക് നന്മയ്ക്കായി പല അടയാളങ്ങളും നൽകി ദൈവം മാനിച്ചു. ഇന്ന് പകലിൽ നിന്റെ നന്മയ്ക്ക് വിരുദ്ധമായി, നിന്റെ ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി, നിന്റെ ഉയർച്ചകൾക്ക് വിരുദ്ധമായി, നിന്റെ തലമുറകൾക്ക് വിരുദ്ധമായി ആരൊക്കെ വെല്ലുവിളിച്ചാലും നിന്നെ പകയ്ക്കുന്നവരുടെ മുന്നിൽ തന്നെ ദൈവം നന്മയ്ക്കായി അടയാളങ്ങൾ ഒരുക്കുമെന്ന് ഈ പ്രഭാതം ആത്മാവിൽ പറയട്ടെ. കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം, ദൈവിക അത്ഭുതങ്ങളെ കണ്ട് സന്തോഷിക്കാം. അതേ, പകയ്ക്കുന്നവരുടെ മുന്നിൽ ഒരു നന്മയുടെ അടയാളമുണ്ട്.
ആമേൻ. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ ഈ പ്രഭാതവും കർത്താവെ ഞങ്ങളും പാടട്ടെ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടത് നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരയണമേ. ഈ നാളുകളിൽ സ്തോത്രം കർത്താവെ, ഞങ്ങളുടെ ഉയർച്ചകൾക്കും ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി, ഞങ്ങളുടെ നന്മകൾക്ക് വിരുദ്ധമായി ആമേൻ ശത്രുക്കൾ പകയ്ക്കുന്നതിൻ്റെ നടുവിൽ ഒരു നന്മയായി കർത്താവ് ഈ നാളുകളിൽ ഞങ്ങളെ ഉയർച്ചയണമേ, ആദരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ ശബ്ദം കർത്താവെ, ഈ പ്രഭാതം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസിദാസന്മാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കാത്തിരുന്ന നാളുകളായി ഒരടയാളം കാണുവാൻ കഴിയാതെ ആമേൻ നിലവിളിക്കുന്ന ദൈവഭക്തന്മാരുടെ നടുവിൽ ദൈവമേ ആണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി ആദരിക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ നാഥൻ്റെ വരവിൻ്റെ അടയാളം കർത്താവെ ആമേ സ്വത്രം കർത്താവെ കാണിച്ചതുപോലെ തന്നെ ആമേ തൻ്റെ ഭക്തന്മാരുടെ ആമേൻ ഉയർച്ചയുടെ അടയാളങ്ങളെ, വിശാലതയുടെ അടയാളങ്ങളെ, അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളെ വേഗത്തിൽ കർത്താവെ കാണിച്ച് ആമേൻ ഈ നാളുകളിൽ എൻ്റെ ഭക്തന്മാരെ ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം, മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.